ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിം സമൂഹം ഏതൊരു കൂട്ടത്തിലും ചെന്നാൽ ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്, സൊസൈറ്റിയിലെ എടുപ്പുള്ള ഉയർത്തെഴുന്നേൽപ്പുള്ള കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സമൂഹമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. ഇത് റസൂലുള്ളാഹിയുടെ സ്വപ്നാണ്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിച്ച് മനോഹരമായ രീതിയിൽ എല്ലാം ഭംഗിയാക്കി. ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ചില ആളുകളുണ്ട്, വസ്ത്രം ധരിക്കുന്നിടത്തൊന്നും പള്ളിയിൽ പോകുമ്പോൾ പോലും ഒരു ശ്രദ്ധയും വെക്കില്ല. ബട്ടൺസ് ശരിയാക്കില്ല, കോളർ ശരിയാക്കില്ല. കാണുന്നവർക്ക് മുഴുവൻ അരോചകമായി തോന്നുന്ന രീതി മനഃപൂർവ്വം സ്വീകരിക്കുന്നവരുണ്ട്. മതപണ്ഡിതന്മാരെന്ന് നടിക്കുന്നവർ വരെ അതിലൊന്നും എനിക്ക് യാതൊരു ശ്രദ്ധയുമില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണത്. എവിടെ നിന്നോ ധരിച്ചു വെച്ച ചില അബദ്ധങ്ങൾ മതവിശ്വാസത്തിന്റെ മൂല്യങ്ങളായി കാണുകയും ആവശ്യമില്ലാതെ സാഹസപ്പെട്ട് അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം. അവൻ ഭൗതികമായ വിഭവങ്ങളോ സന്തോഷങ്ങളോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ഈ ലോകത്തെ ജീവിതം കഷ്ടപ്പാടിന്റെയും വിഷമത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും മാത്രം മേഖലയിൽ തളച്ചിട്ട് കണ്ടം വെച്ച കുപ്പായം ധരിച്ച് ഒട്ടിയ വയറുമായി മാത്രം ജീവിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് ശരിയായ ഇസ്ലാമിക ജീവിതം എന്ന തെറ്റായ ധാരണയും. ഇത് തിരുത്താനാണ് പരിശുദ്ധ ഖുർആൻ നേരിട്ട് പറയുന്ന വചനമാണ്. ഇല്ലായ്മ കൊണ്ട് ക്ഷമയോടുകൂടി ആ ഒരു ജീവിതത്തെ സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അനുവദനീയമായത് ലഭിച്ചിട്ടും അർഹമായ വിഭവങ്ങൾ പടച്ച തമ്പുരാൻ സമ്മാനിച്ചിട്ടും അതൊന്നും വേണ്ടത്ര ഉപയോഗിക്കാതെ അതിനെയെല്ലാം വർജിക്കുന്നതാണ് ശരിയായ ഭക്തിയുടെ മാർഗം എന്ന ഒരു തെറ്റിദ്ധാരണ. അതാണ് തിരുത്തേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃകാ യോഗ്യനായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നാണ് നമ്മുടെ മാതൃക. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ഖുർആനിൽ പറയുന്നത് അത്തരം അലങ്കാരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് മാത്രമല്ല, അത് സത്യവിശ്വാസികളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല സംവിധാനിച്ചത് എന്നാണ്. അതിനെ ഹറാമാക്കുന്നത് ആരാണ് എന്ന് ചോദ്യം ചെയ്യുന്നു പരിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും തോന്നുന്നതാണ്, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെടണം എന്ന ഒരു അബദ്ധധാരണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പോലും ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. പഴയകാല മതകീയ സമൂഹത്തിൽ നിന്ന് കടഞ്ഞെടുത്ത റഹ്ബാനിയത്തിന്റെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ സന്യാസത്തിന്റെ ഒക്കെ ചില ചേരുവകൾ അറിയാതെ മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഖുർആനും സുന്നത്തുമല്ല ഉത്തരവാദി. ആയിഷ ബീവി തിരുനബിയുടെ ഈ അണിഞ്ഞൊരുങ്ങുന്ന രീതി വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പെണ്ണുങ്ങൾ പൊതുവെ ഭർത്താക്കന്മാരുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടും. അത് ആവശ്യമായി നല്ലതാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിനെ വിലക്കരുത് എന്ന് മാത്രം. റസൂലുള്ളാഹി വല്ലാതെ അങ്ങ് വസ്ത്രമൊക്കെ ഭംഗിയാക്കി അവിടുത്തെ മുടി ചീകാൻ തുടങ്ങി. അവിടെയും ഹദീസിൽ വല്ലാത്തൊരു ആസ്വാദനുണ്ട്. വനവറ ഇലാ റക്വത്തിൻ കാന ഫിൽ ബൈത്ത്. അതൊരു മനോഹരാണ്. മദീനയിലെ അന്നത്തെ 7-ാം നൂറ്റാണ്ടിലെ ആ സംസ്കാരം ഉണ്ടല്ലോ, കണ്ണാടിക്ക് പകരം റസൂലുള്ളാഹിയുടെ വീട്ടിൽ പെട്ടെന്ന് അവിടത്തേക്ക് സൗകര്യപ്പെട്ടത് തോൽപാത്രത്തിൽ ശുദ്ധജലം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്കാണ് തിരുനബി മുഖം നോക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുടുംബത്തിന്റെ ആ ഗാർഹിക സമീപനത്തിന്റെ ഒരു വിഷ്വൽ ചിത്രം, വെള്ളം നിറച്ചു വെച്ച ഒരു വലിയ പാനപാത്രം, അതിലേക്ക് റസൂലുള്ള മുഖം വെച്ചുകൊണ്ട് യുസവ്വി ലഹിയതഹു വശറഹു, അവിടുത്തെ മുടി ചീകി വെക്കുന്നു, അവിടുത്തെ താടി നന്നാക്കുന്നു, ഭംഗിയാക്കി എല്ലാം റെഡിയാക്കുക. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അത്ര രസിച്ചില്ല. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചൊറുക്കാക്കുന്നത്? എന്തിനാ? ആരെ കാണാനാ പോകുന്നത്?
എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. ആയിഷ ബീവി ചോദിച്ചു, ഒന്നും മറച്ചു വെക്കില്ല. അവർക്ക് അങ്ങനെയാ, വുളൂഹ് വ്യക്തമായും ചോദിക്കും, യാ റസൂലല്ലാഹ് അൻത തഫഅലു ഹാദാ, അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യുവാണോ നബിയെ? മുടി ചീകി വെക്കുന്നു, താടി ഭംഗിയാക്കുന്നു, വസ്ത്രം ഭംഗിയാക്കുന്നു, അങ്ങ് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? അതായത് ഈ മതസമൂഹത്തിന്റെ ഒരു പൊതു ചിത്രമാണത്. അതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല എന്ന ഒരു തോന്നൽ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ എന്താ മനസ്സിലാക്കി വെച്ചത്? ഞാൻ തന്നെയാണ് ഇത് മാതൃകയാക്കേണ്ടത്. ഇദാ ഖറജ റജുലു ഇലാ ഇഖ്വാനിഹി ഫൽയുഹയ്യി മിൻ നഫ്സിഹി. ഈ മുദ്രാവാക്യം തിരുനബി അന്ന് നൽകിയതാണ്. നിങ്ങളിൽ ഏതൊരാളും തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഒരു മീറ്റിങ്ങിന്, അധ്യാപനത്തിന്, ഒരു പ്രസംഗത്തിന്, ഒരു പള്ളിയിലെ പരിപാടിക്ക്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഫൽയുഹയ്യി മിൻ നഫ്സിഹി, അവരവരുടെ ആകൃതി, വേഷം, രീതി, രൂപം വളരെ മനോഹരമാക്കണം. കാണുന്നവരുടെ മുമ്പിൽ പ്രൗഢമായ ഒരവസ്ഥ സമ്മാനിക്കണം. നാളെ മറ്റന്നാൾ മരിച്ചു പോകാനുള്ള തടിയല്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നു? ഇത് ഇസ്ലാമിക ചിന്തയല്ല. റസൂലുള്ളാഹി പറയുകയാണ് തുടർന്ന്, കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കാണാൻ പോകുമ്പോൾ ഫൽയുഹയ്യി മിൻ നഫ്സിഹി, വസ്ത്രവും രീതിയുമൊക്കെ ഭംഗിയാക്കണം. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ജമീലാണ്, മനോഹരമായ അതിമഹത്തായ അഴകിന്റെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യത്തെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനമെങ്കിൽ, അധ്യാപനമെങ്കിൽ, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാത്തി മിനർ റിസ്ഖ് എന്ന ഈ ചോദ്യം മതമേധാവികളിൽ ചിലരോട് വരെ ഉന്നയിക്കേണ്ടി വരും. ചിലര് അഭിനയ രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വർജിക്കുന്നത്, ഇല്ലാത്തത് കൊണ്ടല്ല. മറ്റു ചിലര് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആകാൻ നിർബന്ധിതരാണ്. അവരെക്കുറിച്ച് നമുക്ക് സംസാരമില്ല. അല്ലാഹു തആല അവർക്ക് എമ്പാടും കൊടുക്കട്ടെ. ലഭിച്ചതിന് ശേഷം അവരെങ്ങനെയാവണം? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെയാണല്ലോ പലപ്പോഴും കണ്ടം വെച്ച കോട്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂട്ടുപിടിക്കുക. ഇല്ലായ്മയുടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വരും. ഉമറുൽ ഫാറൂഖിന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊട്ടാര സമാനമായ വീടുണ്ടാക്കിയിട്ടില്ല, ആഡംബരം നിറഞ്ഞ വസ്ത്രം ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക കാലത്തെ ആദ്യ സമൂഹത്തിന്റെ സാമ്പത്തികമായ ഉന്നമനത്തിന്റെ പടവുകളിലായിരുന്നു അവര്. ക്ഷേമരാജ്യത്തിന്റെ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ അവരുടെ കയ്യിലൊന്നും ഇല്ല, അനുവദനീയമായതൊന്നും ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും ക്ഷമിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. എന്നാൽ ഫാറൂഖ് പറഞ്ഞ ഒരു വാക്കെന്താണ്? അൽ ഇമാമുൽ ഖുർത്തുബി തഫ്സീറിൽ പറയുന്നുണ്ട്, ഉമറുൽ ഫാറൂഖാണ് ഇത് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇദാ വസ്സഅ അല്ലാഹു അലൈക്കും ഫൗസിഉ, അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വിശാലത സ്വീകരിക്കുവീൻ. ഇതെന്ന് നമ്മൾ പറയണം. ചെരുപ്പിടാതെ, സൈക്കിള് പോലും ഇല്ലാതെ കാൽനടയായി മാത്രം നടക്കേണ്ട ഒരു പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക ഗതി ഉള്ളതെങ്കിൽ അങ്ങനെ തന്നെ ആവാം. ക്ഷമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുക. അൽ ഇമാമുൽ ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, സയ്യിദി അൽ ഇമാം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അതെ ഷെയ്ഖുൽ ഇമാം മാലിക്, അൽ ഇമാം മാലിക്കിന്റെ ഷെയ്ഖാണ് അൽ ഇമാമു സയ്യിദി അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിത വസ്ത്ര രീതിയെ കുറിച്ച് പറയുന്നത്, കാന യൽബസു കസാഅ ഖിസ്സിൻ ബി50 ദീനാറൻ, 50 ദീനാർ വിലയുള്ള നല്ല മിനുസമാർന്ന വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിക്കുക, ഉഷ്ണകാലത്തേക്ക് മാത്രം. എന്നാൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യും. ശൈത്യകാലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഈജിപ്ഷ്യൻ നിർമ്മിതമായ പ്രത്യേക കരകളും തൂവലുകളും വെച്ച 2 വസ്ത്രം ഒരുമിച്ചാണ് ധരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാത്തി മിനർ റിസ്ഖ്. ഈ ഖുർആനിക സാക്ഷ്യത്തെ പ്രയോഗവൽക്കരിക്കാനാണ് ഞാൻ ഈ ആഡംബര
ഭൗതിക സന്തോഷമുള്ള രീതി. അതെ, അൽ ഇമാമു സയ്യിദി അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക. ചിലരൊക്കെ പറയും ഖബറിലേക്ക് പോകാനുള്ള തടിയല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്, എന്നിട്ട് ബട്ടൺസും പോലും ഇടൂല. വേണമെങ്കിൽ അവര് പറയും അല്ലാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്കല്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും. ശരിയാണ്, അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത്. അല്ലാഹു തആല വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ശരിയാ, പക്ഷെ ജനങ്ങൾ നോക്കുന്നത് നമ്മുടെ ബാഹ്യ ലോകത്തേക്കാ. ജനങ്ങളുടെ ഇടയിൽ ആഡംബരവും അലങ്കാരവും അഭിമാനവും കാണിക്കുന്ന ഒരു ഡീസന്റ് സമൂഹമായി മാറണം. നാം പഠിക്കുക. അൽ ഇമാം ഇബ്നു സഅദ് ഉദ്ധരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനെയുമായി ഒരു വഴിക്ക് പോയി. ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്താൻ നേരത്ത് റസൂലുള്ള എല്ലാവരെയും നിർത്തി ഒരു ബ്രേക്ക്. ഇതൊക്കെ വല്ലാത്ത അധ്യാപനാണ്. തന്റെ കൂടെ കുറേ സഹാബിമാരുണ്ട്. അവരൊക്കെ കൂടെ പുതിയൊരു സൊസൈറ്റിയിലേക്ക് കടന്നു ചെല്ലുക ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട്. അപ്പൊ റസൂലുള്ള എല്ലാവരെയും നിർത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്, സഹാബത്തിനോട് കൊടുക്കുന്ന ഉദാത്തമായ ഒരു നിർദ്ദേശം, അഹ്സിനൂ റിഹാലക്കും വഅജ്മിലൂ സിയാബക്കും ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്. നിങ്ങളുടെ പാർപ്പിടങ്ങൾ, വാഹനങ്ങൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കി വേഗം ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കി. നോക്ക്, വല്ലാത്ത ഉപദേശമാണത്. അഹ്സിനൂ റിഹാലക്കും, നിങ്ങളുടെ വാഹനങ്ങളുടെ കിടപ്പും വസ്ത്രം തൂക്കിയിട്ടതും എല്ലാം ഒന്ന് മനോഹരമാക്കി വെക്കൂ. എന്തിന്? നിങ്ങളൊരു പുതിയ സമൂഹത്തെ സംബോധിക്കാൻ പോവുക. അവർക്ക് കണ്ടാൽ എന്തു തോന്നണം? 4 പണത്തിന് വകയില്ലാത്ത പട്ടിണി പാവങ്ങൾ, എവിടെന്നോ കീറിപ്പറഞ്ഞു വന്നവർ എന്നല്ല. ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്. ഇത് ഉറക്കിൽ പോലും വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. മുസ്ലിം സമൂഹം ഏതൊരു കൂട്ടത്തിലും ചെന്നാൽ ഹത്താ കഅന്നകും ശാമ്മത്തും മിനന്നാസ്, സൊസൈറ്റിയിലെ എടുപ്പുള്ള ഉയർത്തെഴുന്നേൽപ്പുള്ള, കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സമൂഹമായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. ഇത് റസൂലുള്ളാഹിയുടെ സ്വപ്നാണ്. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ പ്രാകൃതമായ സൊസൈറ്റിയിലാണ് റസൂലുള്ള ജീവിച്ചത്. എന്നാൽ ആ റസൂലുള്ളാഹിന്റെ ജീവിത രീതി എന്താണ് കാണുന്നത്? ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തന്റെ തബഖാത്തിൽ ഉദ്ധരിക്കുക, ഇതൊറ്റക്ക് വായിക്കുമ്പോൾ ചിന്തിച്ചു പോകും. എന്നാണിത്? ഇന്നത്തെ ഈ സൗകര്യ സംവിധാനമൊന്നും ഇല്ലാത്ത കാലത്താ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന റസൂലുള്ളാഹി കാന യുസാഫിർ, അവിടുത്തെ പതിവ് യാത്രയിൽ കൂടെ കരുതുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബിൽ മിഷ്ത്, നല്ല ചീർപ്പ്. ആ ചീർപ്പ് തന്നെ ആനക്കൊമ്പ് കൊണ്ടുള്ള ചീർപ്പ് എന്ന് വരെ ചില നിവേദനങ്ങളിലുണ്ട്. അക്കാലത്ത് അത്യാവശ്യം വില പിടിക്കുന്ന ആഡംബരത്തിന്റെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചീർപ്പ്. വൽ മിർആത്ത്, നല്ല ഒരു കണ്ണാടി. എന്തിനാ കണ്ണാടി? ആര് കാണാനാണ്? ആരെ നോക്കാനാണ്? ഹബീബ് റസൂലുള്ളാഹി യാത്രയിലുടനീളം കരുതുന്ന 5 സാധനങ്ങൾ: ഒന്ന് മനോഹരമായ ചീർപ്പ്, മറ്റൊന്ന് കണ്ണാടി, വദ്ദുഹൻ, എണ്ണ. തലയ്ക്കും താടിക്കും ഒക്കെ എണ്ണ കൊടുത്ത് ഭംഗിയാക്കാൻ. ചില ആളുകളോടൊക്കെ ഇത് പറയുമ്പോൾ, ഞാൻ തലയിലൊക്കെ എണ്ണ കണ്ടിട്ട് 10 വർഷമൊക്കെ ആയി, അഭിമാനത്തിലാ ചിലര് പറയാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രീതിയിലുള്ള ഭൗതിക വിരക്തി അല്ല പഠിപ്പിച്ചത്. എണ്ണ കയ്യിൽ കരുതും. വസ്സിവാക്ക്, ബ്രഷ്. റസൂലുള്ളാഹിയുടെ യാത്രയിലെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം. വൽ കുഹിൽ, സുറുമ. അത് പ്രത്യേകിച്ച് അറേബ്യൻ കാലാവസ്ഥയിൽ അത്യാവശ്യ. ഈ സുറുമയും ബ്രഷും എണ്ണയും കണ്ണാടിയും ചീർപ്പും യാത്രയിൽ പോലും കരുതിക്കൊണ്ട് നടക്കുന്ന സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ഇത് റസൂലുള്ള നടപ്പിൽ വരുത്തിയത് എന്തുകൊണ്ടാണ്? ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ് അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി സൗകര്യമായി ഒരുക്കിയ അള്ളാഹുവിന്റെ സൗന്ദര്യത്തെ, സന്തോഷത്തെ മറക്കരുത്. അനാവശ്യമായ ദൂർത്താവരുത്. നമ്പർ 2, ഖുർആൻ സുന്നത്ത് വിലക്കിയ രീതിയിലുള്ള ഒന്നുമേ ഉപയോഗിക്കരുത്. 3, പാവപ്പെട്ടവരുടെ വിഹിതം മറക്കരുത്. 4, അഹങ്കാരത്തിന് കാരണമാകരുത്. സൗന്ദര്യത്തിൽ ജീവിക്കുന്നതോടൊപ്പം നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. വആഖിറു ദഅവാന
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.